ടെക് വ്യൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടെക് വ്യൂ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് വ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ്. നമ്മളെല്ലാവരും കമ്പ്യൂട്ടറിൽ പർച്ചേസ്ഡ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവരാണല്ലോ. പർച്ചേസ്ഡ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ ട്രയൽ വേർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ട്രയൽ വേർഷൻ്റെ ഒരു പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ പൈസ കൊടുത്ത് വാങ്ങാതെ പിന്നീട് അത് മുൻപോട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ട്രയൽ വേർഷൻ അവസാനിക്കാതെ, അതായത് ട്രയൽ വേർഷൻ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതായത് ട്രയൽ വേർഷൻ അവസാനിക്കാതെ ലൈഫ് ടൈം നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ സോഫ്റ്റ്വെയർ ആണ്. റൺ ആസ് ഡേറ്റ് എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ 64 ബിറ്റിൻ്റെ ഡൗൺലോഡ് വെർഷൻ, 32 ബിറ്റിൻ്റെ ഡൗൺലോഡ് വെർഷൻ ഉണ്ട്. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക, ഇതാണ് ആ സോഫ്റ്റ്വെയർ. ഞാനിതിവിടെ എക്സ്ട്രാക്ട് ചെയ്യുവാണ്. നോക്കുക, ഇവിടെ ഓൾറെഡി എക്സ്ട്രാക്റ്റഡ് ആണ്. റൺ ആസ് ഡേറ്റ് എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ക്യാംറ്റേഷ്യ എന്ന സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് ട്രയൽ വേർഷനാണ്. നോക്കുക, എനിക്കിവിടെ 24 ദിവസം മാത്രമാണ് ട്രയൽ വേർഷൻ ഉള്ളത്. അത് ഞാൻ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 30 ഡേയ്സ് ആക്കാം. അത് 30 ഡേയ്സ് ട്രയലാണ്. നോക്കുക, ഇത് ഞാൻ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 30 ഡേയ്സ് ആക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഈ സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നിങ്ങളിവിടെ കാണാം ബ്രൗസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ ഏത് സോഫ്റ്റ്വെയർ ആണോ നമുക്ക് ട്രയൽ വേർഷൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആ സോഫ്റ്റ്വെയർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ കേസിൽ ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സി ഡ്രൈവിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പ്രോഗ്രാം ഫയൽ, അവിടെ നിന്ന് ടെക്സ്മിത്ത് എന്നൊരു ഫോൾഡർ കാണാം. അവിടെ ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ 8. ഓക്കെ, ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ ഈ ഫയൽ ഞാനിവിടെ തന്നെ ക്ലിക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്കൂടെ കാണാം, ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിനുശേഷം ഡേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇവിടെ നോക്കുക 5/27/2017. ഇവിടെ നോക്കുക, എൻ്റെ സിസ്റ്റത്തിൻ്റെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്നാണോ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തത്, അതായത് എന്ന് തൊട്ടാണോ എനിക്ക് 30 ഡേയ്സ് ട്രയൽ കിട്ടി തുടങ്ങിയത്, ആ ഡേറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. എനിക്ക് എൻ്റെ കേസ് 21-ാം തീയതിയാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തത്. നോക്കുക, ഞാൻ 5/21/2017 കൊടുത്തു. അതിനുശേഷം ഇവിടെ കാണാം നിങ്ങൾക്ക് ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ. ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ് ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ 8 ക്രാക്ക് എന്ന്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട്. ഇവിടെ നോക്കുക, എനിക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു. നോക്കുക, എനിക്കിവിടെ 30 ഡേയ്സ് ട്രയൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതുപോലെ എല്ലാ ആപ്ലിക്കേഷൻസും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ പറയാൻ പറ്റ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഡേറ്റ് ആണല്ലോ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും, അതായത് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ട്രയൽ റീസെറ്റ് ചെയ്യാനുള്ളത്, അത് എല്ലാ ആപ്ലിക്കേഷനും ഒരേ ഡേറ്റ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിലും നല്ല അറിവുമായി അടുത്ത വീഡിയോ എടുക്കാം.